ഇന്ന് ആഗസ്റ്റ് 7 വെള്ളിയാഴ്ചയിലെ ഈ പ്രപഞ്ച സന്ദേശം കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്വയം പ്രപഞ്ചം നിങ്ങളെ തന്റെ മടിയിലിരുത്തി ഈ സന്ദേശം കേൾപ്പിക്കാൻ തിരഞ്ഞെടുത്തു എന്നാണ്. നിങ്ങൾ വളരെ ഭാഗ്യവാനാണ്. ഇന്നത്തെ ഈ സന്ദേശം ഒരു സാധാരണ സന്ദേശമല്ല. ഇന്ന് പ്രപഞ്ചം ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്കൊരു സത്യം പറഞ്ഞുതരാൻ പോകുകയാണ്. അതറിയുമ്പോൾ നിങ്ങളുടെ ആത്മാവ് വിറച്ചുപോകും. അതോടൊപ്പം ഒരു സംരക്ഷണ കവചവും നൽകാൻ പോകുന്നു. ഇതിനു മുന്നിൽ ഒരു നെഗറ്റീവ് ശക്തിക്ക്, കണ്ണീറിന്, ആഭിചാരങ്ങൾക്ക്, കറുത്ത ശക്തികൾക്ക് നിൽക്കാൻ കഴിയില്ല. പ്രപഞ്ചം ഇന്ന് നേരിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുകയാണ്, ആരോ നിങ്ങൾക്ക് കണ്ണേറ് ഏൽപ്പിച്ചിരിക്കുന്നു. അതെ, വളരെ അടുത്ത ആരോ ഒരാൾ, നിങ്ങൾ സ്വന്തമെന്ന് കരുതുന്ന ഒരാൾ, നിങ്ങളൊപ്പം ഭക്ഷണം കഴിക്കുന്നയാൾ, നിങ്ങൾ ക്ഷണിക്കാതെ പോലും വീട്ടിൽ പോകുന്നയാൾ, അവൻ രാവുകളിൽ ഉണർന്നിരുന്ന് നിങ്ങളുടെ നാശത്തിനായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ചിരി കണ്ട് അവൻ ഉള്ളിലെരിയുകയാണ്. നിങ്ങളുടെ വളർച്ച അവന്റെ നെഞ്ചിൽ ഭാരമായി മാറുന്നു. നിങ്ങളുടെ മുഖത്തെ തിളക്കം അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളോ അവനെ നിങ്ങളുടെ അഭ്യുദയകാംക്ഷിയായി കരുതുന്നു. ഇതൊരു ഊഹമല്ല, ഇത് പ്രപഞ്ചത്തിന്റെ നേരിട്ടുള്ള സൂചനയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ, പൂർത്തിയാകാറായ കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിന് കനം അനുഭവപ്പെടുന്നത്, കാരണങ്ങളില്ലാതെ മനസ്സ് വിഷാദത്തിലാകുന്നത്, ഉറക്കം മുറിയുന്നത്, സ്വപ്നത്തിൽ വിചിത്രമായ മുഖങ്ങൾ കാണുന്നത്, ഇത് ആരുടെ ഊർജ്ജമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് അവന്റെ നെഗറ്റീവ് ദൃഷ്ടിയുടെ ഫലമാണ്. അത് നിങ്ങളുടെ പ്രഭാവലയത്തെ തകർക്കുകയാണ്. എന്നാൽ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം പ്രപഞ്ചം സ്വന്തം സന്ദേശവുമായി നിങ്ങളുടെ വാതിൽക്കലെത്തുന്ന ദിവസം നിങ്ങളുടെ സംരക്ഷണത്തിനായുള്ള വലിയ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നിങ്ങളുടെ മേൽ വീഴുന്ന എല്ലാ നെഗറ്റീവ് ദൃഷ്ടികളും ഇനി മണ്ണടിയും എന്നതിന് ഈ ദിവസം സാക്ഷിയാണ്. സ്വർണ്ണപ്പന ഉപയോഗിച്ച് പരമപിതാവായ ഈശ്വരൻ ഇന്ന് നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒരു ദിവ്യ സംരക്ഷണ കവചം എഴുതുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകൾ നിങ്ങളുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നു. അതുകൊണ്ടുതന്നെ നിങ്ങൾ അടുത്ത ആളായി കരുതുന്നയാൾ ദിവസവും നിങ്ങളുടെ ഊർജ്ജം ചോർത്തുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവൻ നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിക്കുന്നു, നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ തിരിഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾക്ക് കേടുപാടുകൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഫോട്ടോ കണ്ട് അസൂയപ്പെടുന്നു. നിങ്ങളുടെ പരാജയത്തിനായി തന്ത്രങ്ങൾ മെനയുന്നു. എന്നാൽ ഇപ്പോൾ പ്രപഞ്ചം തന്റെ ദിവ്യ കണ്ണുകളാൽ ഇതെല്ലാം കണ്ടുകഴിഞ്ഞു. പ്രപഞ്ചം കണ്ടുകഴിഞ്ഞാൽ പിന്നെ നീതി നടപ്പിലാകുമെന്നത് ഉറപ്പാണ്. ഇന്നു മുതൽ കൃത്യം 3 ദിവസത്തിനകം നിങ്ങളെ പിന്തുടരുന്ന ആ നെഗറ്റീവ് ശക്തി സ്വന്തം കെണിയിൽ തന്നെ അകപ്പെടും. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കട്ടെ, ഹൃദയം ശുദ്ധമായിരിക്കട്ടെ, നിങ്ങളുടെ കർമ്മങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കട്ടെ. പ്രപഞ്ചത്തിന്റെ ശക്തികൾ നിങ്ങളുടെ പരിചയായി മാറി ചുറ്റും ഒരു വൃത്തം സൃഷ്ടിക്കുകയാണ്. അതിനെ ഭേദിക്കാൻ ഒരു ദുഷ്ടദൃഷ്ടിക്കും കഴിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ ഉള്ളങ്കാലുകളിൽ പുകച്ചിൽ അനുഭവപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് തോളുകളിൽ ഭാരം അനുഭവപ്പെടുന്നു. രാത്രിയിൽ ഉറക്കം മുറിയുന്നു. കണ്ണുകൾ തുറക്കുമ്പോൾ ഹൃദയം പടപടാ ഇടിക്കുന്നു. ആരോ ഒരാൾ തന്റെ ദൃഷ്ടിയിലൂടെ നിങ്ങൾക്ക് തുടർച്ചയായി നെഗറ്റീവ് ഊർജ്ജം അയക്കുന്നു എന്നതിന്റെ തെളിവാണിത്. അവൻ നിങ്ങളുടെ വിജയവഴി തടയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രോഗിയാകണം, നിങ്ങളുടെ ബന്ധങ്ങൾ തകരണം, പണത്തിന് ക്ഷാമം വരണം, നിങ്ങൾ എല്ലാ വശത്തുനിന്നും നിസ്സഹായനാകണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ തോൽക്കണമെന്ന് നിങ്ങളുടെ വിധിയിൽ എഴുതിയിട്ടില്ല. നിങ്ങളുടെ ആത്മാവിലെ ശുദ്ധിയുടെ പ്രകാശം ഇപ്പോൾ ഉണരുകയാണ്. സൂര്യനു മുന്നിൽ ഇരുട്ടിന് നിൽക്കാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ ആത്മീയ പ്രകാശത്തിനു മുന്നിൽ ഈ കറുത്ത ദൃഷ്ടി ഇനി ചാരമായി മാറും. പ്രപഞ്ചത്തിന്റെ അലൗകിക ശക്തികൾ നിങ്ങളുടെ വീടിന്റെ ഓരോ മൂലയും ചുമരുകളും വസ്തുക്കളും ഈ നിമിഷം ശുദ്ധീകരിക്കുകയാണ്. ഒരു മാലാഖ നിങ്ങളുടെ നെറ്റിയിൽ ദിവ്യകരങ്ങൾ വെച്ച് നിങ്ങളെ ഭയരഹിതനാക്കുന്നു. ആരെങ്കിലും നിങ്ങളെ മോശം ഉദ്ദേശത്തോടെ നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ വിജയത്തിലോ കണ്ണുവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ഇനി ആപത്തിൽപ്പെടും. പ്രപഞ്ചത്തിന്റെ ഈ നിയമം മാറ്റമില്ലാത്തതാണ്. ആര് ഏതു ഊർജ്ജമാണോ അയക്കുന്നത് അത് 3 ഇരട്ടിയായി അവർക്ക് തിരികെ ലഭിക്കും. നിങ്ങൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഊർജ്ജമാണ് അയച്ചത്. അതിനാൽ നിങ്ങൾക്ക് 3 ഇരട്ടി സ്നേഹവും സമാധാനവും ലഭിക്കും. എന്നാൽ ആരെങ്കിലും അസൂയയും ദുഷ്ടദൃഷ്ടിയും അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിനി 3 ഇരട്ടി ആപത്തും വേദനയും ലഭിക്കും. ഈ നീതി നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ നടക്കും. നിങ്ങൾക്ക് പ്രതികാരചിന്തയുടെ ആവശ്യമില്ല. മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ ശുദ്ധിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങളെ കണ്ണുവച്ചിരുന്ന ആളുകളുടെ മുഖം പെട്ടെന്ന് മങ്ങും. അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ അത്രത്തോളം വർദ്ധിക്കും.
അവർക്ക് നിങ്ങളുടെ നേരെ നോക്കാൻ സമയം ലഭിക്കില്ല. നിങ്ങൾക്ക് വഴികൾ തുറന്നുകിട്ടും, ധനത്തിന്റെ സ്രോതസ്സുകളുണ്ടാകും, നിങ്ങളുടെ ആരോഗ്യം ദിവസേന മെച്ചപ്പെടും. ഇന്ന് ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച രാത്രി നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. ഈ യോഗം വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സന്ദേശം നിങ്ങളിലേക്കെത്തിയത്. നിങ്ങളുടെ പൂർവികർ ആകാശത്തുനിന്ന് നിങ്ങളെ കാണുന്നുണ്ട്. അവർ നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുകയാണ്. അവരുടെ അനുഗ്രഹം നിങ്ങളുടെ ഓരോ കോശത്തിലും നിറയുകയാണ്. കേൾക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയുണ്ട്. പുറത്തുനിന്നുള്ള ആളല്ല, ബന്ധത്തിൽ വളരെ അടുത്തയാളാണ്. ചിരിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് ചോദിക്കുന്നു, നിങ്ങളുടെ സന്തോഷത്തിന് കാരണം അറിയാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ആ വിവരങ്ങൾ തെറ്റായി ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. അവരുടെ നാവിൽ വിഷവും കണ്ണുകളിൽ കറുപ്പുമാണ്. എന്നാൽ ഇനി ഭയപ്പെടേണ്ടതില്ല, കാരണം പ്രപഞ്ചം അവരെ തുറന്നുകാട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ സ്വന്തം കെണിയിൽ കുടുങ്ങുന്നത് കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങളും പദ്ധതികളും സ്വപ്നങ്ങളും എല്ലാവരോടും പറയുന്നത് നിർത്തുക. കാരണം നിങ്ങളുടെ വളർച്ച കാണാൻ എല്ലാവർക്കും അവകാശമില്ല. ചിലർ നിങ്ങളുടെ പരാജയം കാണാൻ വേണ്ടി മാത്രം ചുറ്റും കറങ്ങുന്നുണ്ട്. എന്നാൽ ഇന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു പ്രത്യേക ദൃഷ്ടി നൽകുകയാണ്. അതിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ മുഖത്തിനും പിന്നിലുള്ള ഉദ്ദേശം വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ദിവ്യദൃഷ്ടി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ സജീവമാകും. എനിക്കറിയാം, നിങ്ങൾ തളർന്നിരിക്കുകയാണ്. നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു, എല്ലാവരുടെയും നല്ലത് ആഗ്രഹിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അതിനുള്ള ഉത്തരം ഇന്ന് ലഭിച്ചുകഴിഞ്ഞു. നിങ്ങളുടെ പ്രകാശം അത്രയധികം ശക്തമാണ്. ദുർബലമായ കണ്ണുകളുള്ളവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. ആ പ്രകാശം അണഞ്ഞുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ സൂര്യനെ ആർക്കെങ്കിലും അണയ്ക്കാൻ കഴിയുമോ? മേഘങ്ങൾക്ക് കുറച്ചുനേരം മറയ്ക്കാം, എന്നാൽ സൂര്യൻ ഏതു വിധേനയും ഉദിച്ചുയരും. അതുപോലെ നിങ്ങളുടെ ഭാഗ്യസൂര്യൻ ഇപ്പോൾ ഉദിക്കുകയാണ്. ദുഷ്ടദൃഷ്ടിയുടെ മേഘങ്ങൾ എന്നേക്കുമായി മാറിപ്പോയി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സമൃദ്ധിയുടെ ഘട്ടം ആരംഭിക്കും. നിങ്ങളുടെ ശത്രുക്കൾ കൂടുതൽ എരിയും, എന്നാൽ ആ എരിയൽ നിങ്ങളെ തൊടുകപോലുമില്ല. കാരണം നിങ്ങൾക്കും അവർക്കുമിടയിൽ പ്രപഞ്ചത്തിന്റെ വജ്രകവചം ഉയർന്നുകഴിഞ്ഞു. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തും. പഴയ കുടുങ്ങിക്കിടന്ന പണം പെട്ടെന്ന് ലഭിക്കുകയോ പുതിയ വരുമാനമാർഗം തുറക്കുകയോ ചെയ്യും. വലിയ രോഗങ്ങളൊന്നുമില്ലാതെ തളർന്നിരുന്ന നിങ്ങളുടെ ആരോഗ്യം പെട്ടെന്ന് ഊർജ്ജസ്വലമാകും. ഒരു അദൃശ്യശക്തി നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ജീവൻ നൽകുന്നതുപോലെ അനുഭവപ്പെടും. നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം തിരികെ വരും, മുഖത്ത് ഒരു ദിവ്യപ്രകാശം വരും. ആരെങ്കിലും കണ്ണുവച്ചാൽ ആദ്യം ബാധിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെയാണ്. ഉറക്കം നഷ്ടപ്പെടും, ദുരന്ത സ്വപ്നങ്ങൾ കാണും, രാവിലെ ക്ഷീണം അനുഭവപ്പെടും. എന്നാൽ ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ഉറക്കത്തിൽ പ്രപഞ്ചത്തിന്റെ പ്രത്യേക കൃപയുണ്ടാകും. നിങ്ങൾ ആഴത്തിലും ശാന്തമായും ഉറങ്ങും. ഉറക്കത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും അറ്റകുറ്റപ്പണികൾ നടക്കും. ഉണരുമ്പോൾ നിങ്ങൾക്ക് തികച്ചും പുതിയ ഭാവവും ലാഘവവും അനുഭവപ്പെടും. ഇതുവരെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും നിങ്ങളുടെ കർമ്മങ്ങളെയും ഭാഗ്യത്തെയുമാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തന്നു, നിങ്ങളുടെ ഭാഗ്യത്തിൽ ഒരു കുറവുമില്ലായിരുന്നു. കുറവ് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടികളിലായിരുന്നു. എന്നാൽ പരമപിതാവായ ഈശ്വരൻ സ്വന്തം കൈകളാൽ എഴുതിയ തക്ദീർ മാറ്റാൻ ഏതെങ്കിലും മനുഷ്യന് കഴിയുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലത്തെ ഊർജ്ജത്തെക്കുറിച്ച് പ്രപഞ്ചം ഇന്നൊരു പ്രത്യേക സന്ദേശം നൽകുന്നു. അവിടെ ആരോ സമ്മാനമായി നൽകിയ ഒരു നെഗറ്റീവ് വസ്തു ഇരിപ്പുണ്ട്. അത് നിങ്ങളുടെ പോസിറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അത് ഏതെങ്കിലും വിഗ്രഹമോ ചിത്രമോ കണ്ണാടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തുവോ ആകാം. വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ സത്യം നിങ്ങൾക്ക് മനസ്സിലാകുകയും നിങ്ങളത് ജീവിതത്തിൽ നിന്ന് എറിഞ്ഞുകളയുകയും ചെയ്യും. ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്ന, എല്ലാവരുടെയും മുന്നിൽ നിങ്ങളെ ഉയർത്തിക്കാട്ടുന്ന, നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രത്യേകതയുള്ള ആളാണെന്ന് പറയുന്ന ആൾ തന്നെയാണ് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വേദന തോന്നാം, പക്ഷെ സത്യം കയ്പുള്ളതാണ്. പ്രപഞ്ചം നിങ്ങളെ ജാഗ്രതപ്പെടുത്തുകയാണ്. അവന്റെ മധുരവാക്കുകളിൽ വീഴരുത്, അവന്റെ വ്യാജചിരിയിൽ വഞ്ചിക്കപ്പെടരുത്. പക്ഷെ കരയേണ്ടതില്ല, നിങ്ങളുടെ സംരക്ഷണത്തിനാണ് പ്രപഞ്ചം ഇതെല്ലാം പറയുന്നത്. യുദ്ധത്തിനു മുമ്പ് സൈനികന് ശത്രുവിന്റെ നില അറിയിച്ചാൽ അവൻ അജയ്യനാകും. അതുപോലെ പ്രപഞ്ചം ഇന്ന് നിങ്ങളുടെ എല്ലാ രഹസ്യശത്രുക്കളെയും കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് നേരെ ഒരു ആഭിചാരത്തിനും ഒന്നും ചെയ്യാനാകില്ല.
ഈ നിമിഷം പ്രപഞ്ചം നിങ്ങളോട് ഒരു പ്രത്യേക സംഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് ഹൃദയത്തിൽ സൂക്ഷിക്കുക, ആരോടും പറയരുത്. നിങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു ദിവ്യ സംരക്ഷകനെ ചുമതലപ്പെടുത്തുകയാണ്. ഈ സംരക്ഷകൻ നിങ്ങളുടെ പൂർവികരിലൊരാളാണ്. ആപത്ത് തോന്നുമ്പോൾ എന്റെ സംരക്ഷകൻ എന്റെ കൂടെയുണ്ട് എന്ന് മനസ്സിൽ 3 തവണ പറയുക. ആ നിമിഷം ഒരു അഗ്നിവലയം നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചില സഹപ്രവർത്തകർ അസൂയപ്പെട്ടിരുന്നെങ്കിൽ അവിടെ വലിയ മാറ്റമുണ്ടാകും. തടസ്സപ്പെട്ട് കിടന്ന നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് അംഗീകരിക്കപ്പെടും. പ്രതീക്ഷിക്കാത്ത പുതിയ അവസരങ്ങൾ വരും. മേലധികാരികൾ നിങ്ങളെ പ്രശംസിക്കും. നിങ്ങളുടെ പ്രണയജീവിതത്തിൽ ഏതെങ്കിലും മൂന്നാമതൊരാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവരുടെ ഗൂഢാലോചന പരാജയപ്പെടും. ബന്ധം കൂടുതൽ ശക്തമാകും. അകൽച്ച മാറും. നിങ്ങളുടെ വിധിയിൽ ഒരു പുതിയ വഴി എഴുതപ്പെടുകയാണ്. ഇനി ഈ വീടിന് ആരുടെയും ദുഷ്ടദൃഷ്ടി ഏൽക്കില്ല. ഇതൊരു പ്രപഞ്ച ഉത്തരവാണ്. ഇനി നിങ്ങളുടെ വളർച്ചയെ ആർക്കും തടയാനാകില്ല. ആരോഗ്യത്തെ നശിപ്പിക്കാനാകില്ല. നിങ്ങളുടെ അന്തസ്സിന് കോട്ടം തട്ടിക്കാനാകില്ല. നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലുള്ള ശാന്തത അനുഭവപ്പെടുന്നുണ്ടോ? അത് പ്രപഞ്ചത്തിന്റെ ഉറപ്പാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇരുകൈകളും നെഞ്ചിൽ വെച്ച് കണ്ണുകൾ അടച്ച്, ഞാൻ സുരക്ഷിതനാണ്, പ്രപഞ്ചം എന്റെ കൂടെയുണ്ട് എന്ന് 3 തവണ പറയുക. നിങ്ങളുടെ അയൽപ്പക്കത്തോ ബന്ധുക്കളിലോ ഉള്ള ഒരു പുരുഷൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ കാണുമ്പോൾ ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുമെങ്കിലും അവന്റെ ദൃഷ്ടി അപകടകരമാണ്. അവൻ കണ്ടാൽ നിങ്ങളുടെ കാര്യങ്ങൾ മുടങ്ങും. അത് യാദൃശ്ചികമല്ല, ഗൂഢാലോചനയാണ്. അടുത്ത 7 ദിവസത്തിനകം അവന് വലിയ നഷ്ടമുണ്ടാകും. അവന്റെ ദൃഷ്ടി അവനിലേക്ക് തന്നെ തിരിഞ്ഞുപോകും. അതിൽ അവൻ കുടുങ്ങുമ്പോൾ നിങ്ങളുടെ നേരെ നോക്കാൻ അവന് കഴിയില്ല. നിങ്ങൾ ആ വ്യക്തിയെ നേരിടേണ്ടതില്ല. പ്രപഞ്ചം ഏറ്റെടുത്ത യുദ്ധത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. നിങ്ങളുടെ കർമ്മം ചെയ്യുക, വിജയം ആഘോഷിക്കുക. അടുത്ത ദിവസങ്ങളിൽ വലിയ ധനമഴയുണ്ടാകും. കടങ്ങളും കടമ്പകളും മാറും. നിങ്ങളുടെ കുട്ടികൾക്ക് കണ്ണേറ് തട്ടിയിട്ടുണ്ടെങ്കിൽ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മയോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ഈ നെഗറ്റിവിറ്റി മാറുന്നതോടെ കുട്ടികളും പൂർണ്ണ ആരോഗ്യവാന്മാരാകും. വീടിന്റെ കിഴക്ക് ദിശ ശ്രദ്ധിക്കുക. അവിടെ സൂര്യപ്രകാശത്തെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒന്നുമുണ്ട്. അത് മാറ്റുമ്പോൾ വീട്ടിൽ സുഖവും സമൃദ്ധിയും വരും. നിങ്ങളുടെ കഴിവുകൾ പുറത്തുവരും. ആളുകൾ നിങ്ങളുടെ മാറ്റം കണ്ട് അത്ഭുതപ്പെടും. തടസ്സങ്ങൾ സൃഷ്ടിച്ചവർ തന്നെ അതിൽ വീഴും. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് 1 ഗ്ലാസ് വെള്ളത്തിൽ അല്പം മഞ്ഞളോ കുങ്കുമപ്പൂവോ ഇട്ട് തലയ്ക്കിൽ വയ്ക്കുക. രാവിലെ അത് തുളസിത്തറയിൽ ഒഴിക്കുക. ഇതൊരു ഊർജ്ജശാസ്ത്രമാണ്. മാറ്റം നിങ്ങൾ തന്നെ കാണും. ഞായറാഴ്ചയ്ക്കുള്ളിൽ വലിയൊരു നിയമപ്രശ്നമോ സർക്കാർ കാര്യങ്ങളോ നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടും. നിങ്ങളുടെ സത്യസന്ധത ജയിക്കും. മനസ്സിൽ ആരോടും പകവെക്കരുത്. പ്രപഞ്ചം നിങ്ങൾക്കായി പകരം വീട്ടിക്കോളും. നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ട മറ്റുള്ളവർ കളിയാക്കിയ സ്വപ്നങ്ങൾ പ്രപഞ്ചം തിരികെ നൽകുകയാണ്. അത് വലിയ രീതിയിൽ സാക്ഷാത്കരിക്കപ്പെടും. നിങ്ങളുടെ സഹിഷ്ണുതയുടെ ഫലമാണിത്. ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ടു മാത്രം നോക്കുക. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾ വിഷമാണ്, എന്നാൽ അതിനെ അമൃതമാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ അധ്യായമാണ്. നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ പൂർണ്ണ അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ കണ്ണിൽ ഇനി കണ്ണീർ വരില്ല. വീട്ടിൽ ഐശ്വര്യം നിറയും. ശരീരം വജ്രം പോലെ ശക്തമാകും. പ്രപഞ്ചത്തിന്റെ സംരക്ഷണം എന്നും നിങ്ങൾക്കൊപ്പമുണ്ട്.